മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനായെത്തിയ ഏറ്റവും പുതിയ സിനിമയാണ് ടർബോ. നമുക്കറിയാം, ഇറങ്ങിയ ആദ്യ ദിവസം തന്നെ ചിത്രത്തിന് വലിയ പ്രതീക്ഷകളും അതുപോലെ തന്നെ ഒരുപാട് നല്ല അഭിപ്രായം കിട്ടിയിട്ടുള്ളൊരു സിനിമയാണ്. എങ്കിലും കൂടിയിട്ട് ഈ സിനിമയ്ക്ക് നെഗറ്റീവുകളും ഡീഗ്രേഡുകളും ഒരുപാട് നടന്നു. അതൊന്നും വിലവയ്ക്കാതെ തന്നെയാണ് ടർബോ സിനിമ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. മമ്മൂട്ടി ചിത്രത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ റിലീസായിരുന്നു ടർബോ എന്ന് പറയുന്ന സിനിമ. 200-ലധികം സ്ക്രീനുകളിലാണ് ഇപ്പോഴും സിനിമ എക്സ്ട്രാ ഷോസുകളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. സിനിമയെക്കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള അറിവുകളാണ് ഇപ്പോൾ ബോക്സ് ഓഫീസിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. ആദ്യത്തെ ദിവസം സിനിമ വേൾഡ് വൈഡ് ആയിട്ട് 17 കോടിക്ക് മുകളിലാണ് സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. സിനിമ ആദ്യത്തെ വേൾഡ് വൈഡ് റെക്കോർഡായിട്ട് ഏറ്റവും വേഗതയാർന്ന സിനിമ എന്ന റെക്കോർഡ് കൂടി നേടിയിരിക്കുകയാണ്. 17 കോടിക്ക് മുകളിൽ ഒരു ദിവസം കൊണ്ട് തന്നെ വേൾഡ് വൈഡ് റെക്കോർഡ് അടിച്ച സിനിമ ഇപ്പോൾ 4 ദിവസം കൊണ്ടാണ് സിനിമ 50 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിരിക്കുന്നത്. 52.11 ലക്ഷം രൂപ, 52 കോടി 11 ലക്ഷം രൂപയാണ് സിനിമ കൈവരിച്ചിരിക്കുന്നത്. മമ്മൂട്ടിയുടെ സിനിമ കരിയറിലെ ഏറ്റവും ടോപ്പ് കളക്ഷൻ കിട്ടുന്ന സിനിമ കൂടിയായിരിക്കും ടർബോ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വൈശാഖാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. കഥയും തിരക്കഥയും എഴുതിയിരിക്കുന്നത് മിഥുൻ മാനുവൽ തോമസും. നമുക്കറിയാം, വൈശാഖ് സംവിധാനം ചെയ്തിട്ടുള്ള മമ്മൂട്ടിയെ വെച്ചിട്ടുള്ള 3ാമത് സിനിമയാണ് ടർബോ. ആദ്യത്തെ സിനിമ പോക്കിരി രാജ, 2ാമത്തെ സിനിമ മധുരരാജയായിരുന്നു. ഇതെല്ലാം തന്നെ ബോക്സ് ഓഫീസിൽ വലിയ ഹിറ്റ് തന്നെയായിരുന്നു അന്നത്തെ ടൈമിൽ. ഇപ്പോൾ ഇതാ ഏറ്റവും പുതിയ സിനിമ ടർബോ വേൾഡ് വൈഡായിട്ട് 75 കോടി രൂപയോളം കളക്ട് ചെയ്തിരിക്കുകയാണ്. സിനിമ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ വരുന്ന ഞായറാഴ്ച 2ാമത്തെ ആഴ്ച ഫില്ല് ചെയ്യുമ്പോൾ തന്നെ സിനിമ 100 കോടി ക്ലബ്ബിലെത്തുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. മമ്മൂട്ടി ഫാൻസിന് അഭിമാനിക്കാവുന്ന ഒരു സിനിമ തന്നെയായി മാറിയിരിക്കുകയാണ് ടർബോ എന്ന് പറയുന്ന സിനിമ. 70 രാജ്യങ്ങളിലായിട്ടാണ് വേൾഡ് വൈഡായിട്ട് ചിത്രം റിലീസിന് ഒരുങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്രഹ്മാണ്ഡ ചിത്രമായതുകൊണ്ട് തന്നെയാണ് ടർബോ എന്ന് പറയുന്ന സിനിമയെ മലയാളികൾ കണക്കാക്കപ്പെടുന്നത്. ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് മമ്മൂട്ടി കമ്പനി തന്നെയാണ്. നമുക്കറിയാം, റോഷാക്ക്, നൻപകൽ നേരത്ത് മയക്കം, കണ്ണൂർ സ്ക്വാഡ്, കാതൽ എന്നീ 4 സിനിമകളും മമ്മൂട്ടി കമ്പനി തന്നെയാണ് പുറത്തുവിട്ടുണ്ടായിരുന്നത്. ആ സിനിമകളെല്ലാം തന്നെ നല്ല അഭിപ്രായവും അത്യാവശ്യം കളക്ഷനും നേടിയിട്ടുള്ള സിനിമകളാണ്. എങ്കിലും ഇത് 5ാമത്തെ സിനിമയായ ടർബോയും മമ്മൂട്ടി കമ്പനി തന്നെയാണ് ഇറക്കിയിരിക്കുന്നത്. ജീപ്പ് ഡ്രൈവറായ ജോസച്ചൻ എന്ന കഥാപാത്രമാണ് മമ്മൂട്ടി ഇതിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ടർബോ എന്ന് പറയുന്ന സിനിമയിൽ ഒരു ആക്ഷൻ ഹീറോ രംഗമായിട്ടാണ് മമ്മൂട്ടി എത്തപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നത് മമ്മൂട്ടിയുടെ ആക്ഷൻ സീനുകൾ തന്നെയാണ് ഈ ഒരു സിനിമയിൽ എടുത്തു പറയേണ്ട കാര്യം. മലയാള സിനിമാ ലോകത്തിന് ഇപ്പോൾ ഭാഗ്യം തന്നെയാണ്. 2023-24 കാലഘട്ടങ്ങളിൽ ഇറങ്ങിയിട്ടുള്ള എല്ലാ സിനിമകളും കോടി ക്ലബ്ബുകളിൽ തന്നെയാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാ വീണ്ടും മമ്മൂട്ടി ചിത്രമായ ടർബോയും ആ വാക്ക് പാലിച്ചുകൊണ്ട് തന്നെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും ടർബോ 100 കോടി ക്ലബ്ബിലെ അധികം ദിവസങ്ങൾ വേണ്ട. വിജയങ്ങൾ ആഘോഷിക്കാൻ പോവുകയാണ് മമ്മൂട്ടി ഫാൻസുകാർ. തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം, താങ്ക്സ്. ഞാൻ നിങ്ങളുടെ രാകേഷ്. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കുക.